അതെന്റെ അച്ഛന്റെ പടുമരണത്തിന് പകരം ചോദിക്കാനാണെന്ന് പറയാം. പക്ഷെ ഓരോ 12 കൊല്ലം കൊടുത്തോറും 10-30 പേർ പകയുടെ കണ്ണാഴി മനസ്സിലൊരുക്കി സാമൂതിരിയുടെ തലയെടുക്കാൻ പറഞ്ഞു ചെല്ലുന്ന മാമാങ്കം. മറുപക്ഷത്തോ 30 പേരെ നേർക്കാൻ 30,000-ൽ പല കുന്തക്കാരെ അണിനിരത്തി സത്യവും നീതിയുമില്ലാത്ത സാമൂതിരിയുടെ പ്രതിരോധം. ജയിക്കാൻ കാണിപ്പഴുത് പോലും സാധ്യതയില്ലാത്ത മരണത്തിന്റെ പടുകുഴി. അനന്തരം അത് പറഞ്ഞ് അന്ന് വീണതാണ് അമ്മ. ആളായി പിറന്നവനെ ചൊല്ലി ആദ്യത്തെ ജീവിക്കാനാണല്ലോ വിധി എന്ന് ചോദിച്ചുകൊണ്ടാണ് അമ്മ വീണത്. തീരുമാനിച്ചു പോയി. ചാവേറുകൂടി തൊട്ടുപോയി. പല്ലു മുടിക്ക് മുമ്പേ പഴമക്കാർ പറഞ്ഞുറപ്പിച്ചിരുന്നു, അനന്തന്റെ വേളിയാ നീയെന്ന്. ഒരു ലോകം മുഴുവന് ചുറ്റിന് നിന്ന് പറയുമ്പോ ഒരു പെണ്ണ് ആശിച്ചു പോകുന്നതിൽ തെറ്റുണ്ടോ? കാലം ഇത്രയും തന്ന മോഹങ്ങളുടെ കടലിലെ കേവലം ഒരു ചുമന്ന ചാവേറൂറ് കൊണ്ട് മായിച്ച കടലിലാണ് തെറ്റാ. വാക്കെടുത്ത് വ്രതം തൊട്ട് തുടങ്ങിയ ചാവേർ കരയാൻ പാടില്ല. മാനുഷിക ബന്ധങ്ങൾ അവനെ പിന്നോട്ട് വലിക്കാൻ പാടില്ല. കുടുംബം അവന്റെ ചെങ്കിൽ കുടിക്കെട്ട് പിടിക്കാൻ പാടില്ല. തീരുമാനിച്ചു പോയി. മാറ്റമില്ല. മരിച്ചാലും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ചാവേറുകൾക്ക് വേലി പാടില്ലാന്ന് വെട്ടത്തരജനോ പെരുമ്പടപ്പ് സ്വരൂപമോ തിട്ടൂറ മെറുക്കിട്ടില്ലല്ലോ. മനസ്സിലായില്ല. അടുത്ത മാമാകത്തിന് ഇനിയുമുണ്ട് വർഷം ചിലത്. ആ ഉള്ള കാലമെങ്കിലും ഉയരുള്ള മാത്രമെങ്കിലും എനിക്ക് തന്നൂടെ. അത് ആയുഷിന്റെ അതിരണമോ മാമാങ്കമോ അതിനപ്പുറമോ എന്ന് ജന്മം തന്ന ഈശ്വരന് മാത്രം നിശ്ചയമുള്ള കാര്യമല്ലേ. ഒരുമിച്ച് ജീവിച്ചൂടെ? ഇനിയുള്ള കാലം നിങ്ങൾക്ക് അടുത്ത മാമാങ്ക കാലം പറയുമ്പോ അതിനപ്പുറമോ എങ്കിലും അനന്തത്തെ ചാവെ പ്രതിജ്ഞ അറിഞ്ഞ ആ നിമിഷം ആദ്യം വീട് പോയി എന്റെ അമ്മയെ ഓർത്തെങ്കിലും നിങ്ങളെ വിവാഹത്തിന് സമ്മതിക്കണം. അത് വേണം, അത് വേണം. എത്ര രഹസ്യത്തിന്റെ കരുത്തുണി കൊണ്ട് പൊതിഞ്ഞു പിടിച്ചാലും ഒരു ചാവേറിന്റെ പുറപ്പാട് ഉലകറിയാതെ വരില്ല. വൈകാതെ മറ്റുള്ളവരും അറിയും. സാമൂതിരിക്കെതിരെ നാം എടുക്കണ മുളകളെ കളനുള്ളും പോലെ ഉള്ളാൻ സംഗീത പ്രമാണിമാർ ആവത് ചെയ്യും. നീ ചാവേറായിക്കോ. ഒപ്പം പഴഞ്ഞാലത്തെ ഗൗരിയുടെ ജീവിതത്തിൽ നീ ഒരു തുണയാകണമെന്ന് അവൾ ആശിക്കുന്നെങ്കിൽ നീ അവളെ വേളികരിക്കരുത്. അത് ഒരു ദിവസത്തേക്കാണെങ്കിലും ഒരു പുരുഷായുസ് മുഴുവനുമാണെങ്കിലും. ഇത് അപേക്ഷയല്ല, പഴഞ്ഞാലത്തെ വലിയ കാരണവർ ജ്ഞാനേശ്വരന്റെ കൽപ്പനയാണ്. എനിക്കൊന്ന് ആലോചിക്കണം. ഇഷ്ടക്കുറവൊന്നുമില്ല ഗൗരിയോട്. ഇഷ്ടക്കൂടുതലുമുണ്ട്. ആയുസ്സിന് വരവീണ ചാവേർ പെണ്ണൊരുത്തിയുടെ ജീവിതം കൂടി അതോർക്കുമ്പോഴാ ദണ്ഡം. എന്റെ മനസ്സ് വിങ്ങി പൊട്ടിപ്പോക്കുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. എനിക്ക് ആലോചിക്കണം. ആവാം. കളരിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങ് മാറ്റി വരയ്ക്കാൻ ശ്രമിച്ചത് ഒരു പരമ്പരയുടെ ജാതകത്തെ. ഗൗരിയപ്പോൾ കഴിയുമെങ്കിൽ അർത്ഥമില്ലാത്ത ഈ പ്രതിജ്ഞയിൽ നിന്നും അനന്തേട്ടനെ പിന്തിരിപ്പിക്കാൻ നോക്കണം. എനിക്ക് കഴിയുമെന്ന് തോന്നണില്ല. കഴിയണം. ഒരു ഭാര്യയ്ക്ക് അതിന് കഴിയും. പണ്ട് പെരുമയുള്ള ഒരു സാമ്രാജ്യത്തെ കല്ലടിച്ച പൂക്കിലെ പോലെ ചെറുപ്പിച്ചു കളയാൻ ഒരു മഹായുദ്ധം ഉണ്ടാക്കിയത് ഒരു ഭാര്യയുടെ വാക്കുകളാണ്. പാഞ്ചാലിയുടെ. അതിനും പണ്ട് ഉറ്റവനും ഉലകവും കെടുത്തി പറഞ്ഞിട്ടും തീയിലൂടെ നടന്ന് ഒരു നാടിന്റെ സംശയത്തെ കരിച്ചു കളഞ്ഞതും ഒരു ഭാര്യയുടെ നിലപാടുകളാ. സീതാദേവിയുടെ. ഒരു സ്ത്രീക്ക് കഴിയാത്തതായി ഈ ലോകത്തൊന്നുമില്ല. എന്റെ ഓപ്പോളതിന് കഴിയും. നമ്മുടെ അമ്മ സാക്ഷി. ഉയർപോയി ഉലകമോളിൽ നിൽക്കുന്ന നമ്മുടെ അച്ഛന്റെ ആത്മാവ് സാക്ഷി. ഈ രാമാനുജൻ പറയുന്നു, എന്റെ ഗൗരിയോപ്പോൾ അനന്തേട്ടനെ വേദനിക്കും. കാലവും ഈശ്വരന്മാരും കാക്കും.
ഇത് രാമാനുജൻ എഴുത്തച്ഛന്റെ മനസ്സിൽ തൊട്ട വാക്ക്. കഴുത്തിനെ കട്ടിയില്ലാത്ത മാംസത്തിൽ പൊതിഞ്ഞ ഈശ്വരന്റെ കരവിരുതിന്റെ പേരാ പെണ്ണ്. നിമിത്തങ്ങൾ നല്ലതല്ല, ഒട്ടും നല്ലതല്ല. വൈകുന്നത് നന്മ വരുത്തില്ലെന്ന് മനസ്സ്. ആയതിനാൽ ഞാൻ തീരുമാനം മാറ്റുന്നു. അനന്തന്റെയും ഗൗരിയുടെയും വിവാഹം നടക്കും. ഇപ്പോൾ ഇവിടെ വച്ച്. ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇനി ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്നു. തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്നതിന് മുത്തശ്ശൻ വെള്ളാട്ടിരി ആദരിച്ച് നൽകിയ മാലയാണ് ഇത്. മംഗല്യസൂത്രമായി നിനച്ച് മനസ്സുകളുടെ പ്രാർത്ഥന മാത്രം മൂലമന്ത്രമായി എടുത്ത് ജീവച്ഛവം പോലെ വീണുപോയ എന്റെ ഉടപ്പിറന്നോളുടെ ഉൾമനസ്സിന്റെ അനുഗ്രഹം സ്വീകരിച്ച് അനന്തൻ ഗൗരിയുടെ കരുത്ത് താലി കെട്ടുന്നു. ഈ മാത്രമേ വിശദമായ ചടങ്ങുകൾ പിന്നാലെ കൊടുക്കുക. നീ അവൾക്കും അവൾ നിനക്കും അന്നം മുട്ടട്ടെ. എവിടെ നെയ്യിൽ കുഴച്ച ചോറ്? മുറയിൽ നിന്റെ മൂത്തവൻ രാമനാണ് ചോറുള്ള കൈമാറേണ്ടത്. അവൻ പഠനം കഴിഞ്ഞെത്താത്തതിനാൽ നീ തന്നെ കൊടുക്കുക. ചടങ്ങുകൾ പൂർത്തിയാകട്ടെ. കൈക്കുമ്പിളിൽ തുള്ളിവെള്ളവും കൊള്ളിയും പൂവുമെള്ളും ചേർത്തൊഴിഞ്ഞിടുമ്പോ ഉടയുന്നു മൺകുടത്തിനൊപ്പം കണ്ണുനീർ വാരിധി തന്നിൽ തിരമാലകൾ.
വറ്റുകൊത്തിപ്പറക്കുമ്പോഴും ഉള്ളിലുണ്ടരകടലധ്യാത്മരാമായണം. വറ്റുകൊത്തിപ്പറക്കുമ്പോഴും ഉള്ളിലുണ്ടരകടലധ്യാത്മരാമായണം. എന്തിനാ കുഞ്ഞേ കരയുന്നത്? അറിയാം, ജനനവും മരണവും കഴിഞ്ഞാൽ ഭൂമിയിലെ ഒരേ ഒരു പ്രത്യക്ഷ സത്യം അതാണ് അമ്മ. അമ്മയും ദൈവവും ഒന്നാണ്. സൃഷ്ടികർമ്മത്തിന് സ്വതന്ത്രാധികാരമുള്ള പ്രപഞ്ചത്തിലെ രണ്ട് ശക്തികൾ മാതാവും പിതാവും. നഷ്ടപ്പെടുമ്പോൾ വേദന സ്വാഭാവികം. മരിച്ച അമ്മയോർത്ത് കരയുന്ന ഒരുപാട് മക്കളെ കണ്ടിട്ടുണ്ട്. അവരെക്കാൾ മികച്ചവർ ജീവിച്ചിരിക്കുന്ന അമ്മയെ കരയിക്കാതെ കാക്കുന്നവരാണ്. നിനക്കതിന് രണ്ടിനും സാധിച്ചു. നീ അമ്മയെ ഓർത്ത് പാടിയില്ലേ? അത് ഏത് കവിതയിലെ വരികളാണ്? അത് ഞാൻ തന്നെ കുറിച്ച. താനോ? അത് എന്തെങ്കിലും പിഴവുകൾ? പിഴവ് തനിക്കല്ല, എനിക്ക്. താനൊരു പണ്ഡിതനാവും എന്ന എന്റെ ധാരണയിലാ പിഴവ്. കുഞ്ഞെ, കേവലം ഒരു പണ്ഡിതനും അപ്പുറം ലോകമറിയേണ്ടുന്ന ഒരു മഹാകവി നിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. താമരപ്പൂവിൽ താമസമാക്കി സരസ്വതീ ദേവിയുടെ കടാക്ഷം ഉച്ചി മുതൽ ഉടലറിഞ്ഞ് വരെയുള്ള ഒരു വലിയ കവിയെ നിന്റെ ഉള്ളിൽ ഞാൻ കാണുന്നു. അത്രയ്ക്ക് ശക്തമാവിന്റെ വരികൾ, അത്രയ്ക്ക് ആഴമാവിന്റെ കാവ്യബിംബങ്ങൾക്ക്. എഴുതണം, ഇനിയും എഴുതണം, കവിതകൾ എഴുതണം, കാവ്യങ്ങൾ എഴുതണം. അതൊരു സിദ്ധിയാണ്. അത് നിനക്കുണ്ട്. ഒന്നുറപ്പ്, ഈശ്വരാധീനവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ നീ ഉലകമറിയുന്ന ഒരു വലിയ കവിവര്യനാകും. ആത്മാവിനെയും പൂർണ്ണമായും വേർപെട്ടു പോയിട്ടില്ലാത്ത എന്റെ പൊന്നുടെ പിറന്നോളെ, നീ പെറ്റുപോറ്റിയത് സരസ്വതീ കടാക്ഷമുള്ള ഒരു മഹാപ്രതിഭയാണ്. ഒരു മഹാപ്രതിഭയെ ശരണം ശരണം വന്ദിപ്പാതരികനുവാദം വന്ദേ. അരുത്, അങ്ങനെ വന്നിക്കരുത് കുഞ്ഞേ. വാസുദേവപദം വസുതാപാലനം വസുദേവർ വണങ്ങി സാദരം
വസുധാപാലനം പെറ്റമ്മ വണങ്ങി സാദരം അഭിമാനമിതന്നവകാശം വന്ദിപ്പാൻ തരികനുവാദം വന്ദേ. മോനെ രാമാനുജ, എഴുതണം എഴുതണം നീ. എഴുതി ഈ മഹാമലയാളത്തിന്റെ ജാതകം മാറ്റി എഴുതണം. നിനക്കതിന് കഴിയും. ഈശ്വരാ, എന്റെ നിയോഗം എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്റെ നിയോഗം എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈശ്വരനും ഗുരുകാരണവന്മാർക്കും നന്ദി. ഗന്ധർവജന്മം നലമൊടു മലയാളത്തെ വാഴിക്കുവാനായി മാധുര്യമോറും പദനിര പല കാവ്യങ്ങളിൽ കോർക്കുവാനായി മാനം ചേരും മഹത്വം കിളിമകളുടെ പാട്ടിൽ പകർന്നിടുവാനായി താനേ മണ്ണിൽ പിറന്നു കവികുലഗുരു തുഞ്ചത്തെഴുത്തച്ഛന മഹാകവി കുലഗുരു തുഞ്ചത്തെഴുത്തച്ഛൻ